എനിക്ക് എന്താ പറയാ, ബാങ്ക് വിളിക്കാനൊന്നും അറിയില്ല. പക്ഷേ അത് ഞാൻ ഇന്നും ഇന്നലെയും കേട്ട് പഠിക്കുന്ന ഒരു കാര്യമല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം അതെന്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ ആലോചിക്കൊന്നും വേണ്ട. ഇപ്പം തമ്പനയിൽ ഞാനൊരു പിന്നെ ഒരു ഇത് എഴുതി. പക്ഷേ അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയും. അതായത് 5 നേരം പിന്നെ ബാങ്ക് വിളിക്കുന്നത് പരമതാ വിദ്വേഷമാണെന്ന് ചില ആളുകൾ പറയുന്നതായി ഞാൻ കണ്ടു. പക്ഷേ ആ ഒരു ബാങ്കിനെ നന്നായി ആസ്വദിച്ചുകൊണ്ടും, അല്ലെങ്കിൽ ആ ഒരു ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളി കേട്ടുട്ട് വിളക്ക് വെക്കാനായി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിലുള്ള ആൾ കൂടിയാണ് ഞാൻ. പിന്നെ എവിടെ ബാങ്ക് വിളി കേൾക്കുകയാണെങ്കിലും 1 മിനിറ്റ് അവിടെ നിന്ന് ആ ബാങ്ക് വിളി കേട്ട് ആസ്വദിച്ചു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഓരോ മതവിഭാഗത്തിനും അവരവരുടേതായ വേദഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അത് പഠിച്ച് അല്ലെങ്കിൽ അതും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മറ്റു മതസ്ഥരെ കാണുമ്പോൾ കൊഞ്ഞനം കുത്താൻ തോന്നില്ല. അപ്പം ഞാനിവിടെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് ബാങ്ക് വിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് ഓരോ പിന്നെ എന്താ പറയുക, സന്ധ്യാസമയമാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തിരി തെളിയിക്കും, അല്ലെങ്കിൽ ഭക്തിഗാനം വെക്കും. ഇപ്പോൾ ചർച്ചിലോ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ മണിയടിക്കും, പള്ളിയിലാണെങ്കിൽ ബാങ്ക് വിളിക്കും. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് അവനവൻ്റെ പിന്നെ ഭക്തിഗാനങ്ങൾ ആസ്വദിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ഭക്തി ഒരിക്കലും കപടമാണെന്ന് തോന്നില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ബാങ്ക് വിളി കേൾക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കും അവിടെ. അപ്പോൾ എൻ്റെ മകൻ ചോദിക്കും എന്തിനാ അമ്മ അവിടെ നിൽക്കണമെന്ന്. അപ്പോൾ അതൊരു നല്ലൊരു ഈണത്തിൽ ബാങ്ക് വിളിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ ഞാൻ ഉൾക്കൊള്ളുന്നു. അതായത് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ മുസ്ലിമായ ആളുകൾക്ക് അതാണ് ശരി എന്ന് പറഞ്ഞ് അവർ ജീവിച്ചു പോകുന്നു. നമ്മൾ എന്തിനാണ് അതിൽ കയറിയിട്ട് നിങ്ങൾ അള്ളാഹു അല്ലാതെ പിന്നെ മറ്റൊരു ദൈവമില്ല, അല്ലെങ്കിൽ അള്ളാഹുവാണ് വലിയവൻ എന്നൊക്കെ പറയുന്നത്, അപ്പം ഞങ്ങളുടെ ദൈവം എന്താ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ എന്തിനാണ് നമ്മുടെ ദൈവം അവരുടെ ദൈവം എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തെല്ലിക്കുന്നത്? അവനവൻ്റെ ആചാരവും അവനവൻ്റെ ഗ്രന്ഥങ്ങളും മനസ്സിലാക്കി നല്ലൊരു മനുഷ്യത്വത്തോടെ പോകുന്നതല്ലേ നല്ലത്. അത് അവർ വായിച്ച് പറയുന്നു. ഇന്ന് വരെ മറ്റുള്ള ഭഗവത്ഗീതയോ കാര്യങ്ങളോ എടുത്തിട്ട് ഈ മുസ്ലിമായ ആളുകൾ എന്താ പറയുക, പോസ്റ്റ്മോർട്ടത്തിനോ ക്രോസ് ക്വസ്റ്റ്യൻസിനോ വരുന്നില്ലല്ലോ. അപ്പോൾ അത് ചിന്തിക്കുക. അപ്പോൾ ഇന്നലെ അൻസാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയത്. അതിലിങ്ങനെ ബാങ്ക് വിളിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നാണല്ലോ ഇഷ്ടം. അപ്പം ഞാൻ എന്നാൽ പിന്നെ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാങ്ക് വിളി തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നു. അത് ആർക്ക്? ആ ഒരു മതവിശ്വാസത്തിൽ വിശ്വസിച്ച് പോകുന്ന വിശ്വാസിയോടാണ് അവർ പറയുന്നത്, അല്ലാണ്ട് അവിശ്വാസിയോടോ അമുസ്ലിമുകളോടോ അല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താ പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അതും ആ വിശ്വാസിയോടാണ് അവർ പറയുന്നത്. അടുത്തത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതും ആരോടാണ് പറയുന്നത്? ആ വിശ്വാസിയോടാണ് പറയുന്നത്. അടുത്തത് ഹയ്യ അലസ്സലാം, അതായത് നിസ്കാരത്തിലേക്ക് വരാനാ പറയുന്നത്. നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലസ് ഫലാഹ്, അതായത് വിജയത്തിലേക്ക് വരൂന്ന്, വിജയത്തിലേക്ക് വരൂന്ന്. എന്തെങ്കിലും പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇത് നമ്മളിപ്പം ഇങ്ങനെ കേട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ക്യാമറയുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ 5 നേരം നിസ്കരിക്കുന്നൊരു ആളല്ല. പക്ഷേ ഈ ഒരു ബാങ്ക് കേട്ട് കുഞ്ഞുനാൾ മുതലേ കേട്ടുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പറയുന്നത് അസ്സലാത്ത് ഖൈറും മിനന്നും എന്നാണ്. അതായത് ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്നാണ് നമസ്കാരം എന്ന്, അല്ലെങ്കിൽ നിസ്കാരം എന്ന്. അപ്പോൾ നിസ്കരിക്കാൻ അവരവിടെ നിർബന്ധിതരാകുക വെച്ചാൽ നിർബന്ധിക്കല്ല, മനസ്സറിഞ്ഞ് ആരായാലും ഈ ഒരു ബാങ്ക് വിളി കേട്ടാൽ നിസ്കരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെയാണ്, കാഫിറാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യം അവനവൻ്റെ കാര്യം നോക്കുക. അവനവൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവനവൻ്റെ മതാചാര പ്രകാരമുള്ള വേദഗ്രന്ഥം പഠിച്ച് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ
ഒരിക്കലും മറ്റു മതസ്ഥരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇനി 100 എണ്ണത്തിൽ ചിലപ്പോൾ 5 എണ്ണം ഏത് മതവിഭാഗത്തിലും കുറച്ച് വിദ്വേഷമായ അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവായ ആളുകളുണ്ടാവും. നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മൾ നല്ലത് പറഞ്ഞ് നല്ലത് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ അൻസാരി ഉസ്താദിൻ്റെ കിടിലൻ മറുപടിയൊക്കെ കേട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇത് ഒരു തരത്തിലും മറ്റു മതവിഭാഗത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് രീതിയിൽ എടുക്കരുത്. വർഗീയതയുണ്ടാക്കി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടരുത്. കാരണം അന്ന് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്ന കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തതിന് താഴെ ഒരുമാതിരിപ്പെട്ട രീതിയിലുള്ളതൊക്കെ ഞാൻ കണ്ടു. കമൻസൊക്കെ നിങ്ങൾ കമൻസ് ഇടുകയുള്ളൂ, ഞാൻ അതിന് മറുപടിയും തരാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം അപ്പോൾ അത് ഓരോ മതവിഭാഗത്തിൻ്റെയും കാര്യങ്ങളാണ്. ആ വിശ്വാസി ആ വിശ്വാസത്തിലൂടെ പോകുന്നു. അതിനിപ്പോൾ നീ അങ്ങനെ വിശ്വസിക്കരുത്, നിൻ്റെ ഇതിൽ പോവണ്ട എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ രാവിലെ നമ്മളുടെ അമ്പലത്തിൽ ഭക്തിഗാനം വെക്കുന്നു, ചർച്ചിൽ മണിയടിക്കുന്നു, പിന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു. ബാങ്ക് വിളി മാത്രം പരമത വിദ്വേഷമായി എന്ന് പറയുന്നത് എങ്ങനെ? അതാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.